പ്രിയ പ്രേക്ഷകരെ, വാർത്തകളും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ഏതാണ്ട് കുറച്ച് വർഷക്കാലമായി രാജ്യത്ത് നടക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP അവരുടെ സർവാധിപത്യങ്ങളെല്ലാം എല്ലായിടത്തും കാണിക്കാറുണ്ട്, എല്ലായിടത്തും കാഴ്ചവെക്കാറുമുണ്ട്. എന്നാൽ 2019 ശേഷമുള്ള പല തെരഞ്ഞെടുപ്പുകളിലും BJPക്ക് പലയിടങ്ങളിലും കാലിടറിപ്പോയി എന്ന് മാത്രമല്ല, 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നരേന്ദ്രമോദി ഏതാണ്ട് തകർന്ന് തരിപ്പണമായ സാഹചര്യമാണ് നിലവിലുള്ളത്. കൂടാതെ തന്റെ ഒപ്പം നിൽക്കുന്ന സഖ്യകക്ഷികളുടെ പിൻബലത്തോടു കൂടി മാത്രം അധികാരത്തിലിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറുകയും ചെയ്തു. ഒപ്പം BJP പലയിടങ്ങളിലും അവർ പ്രതീക്ഷ സീറ്റുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, സിറ്റിംഗ് സീറ്റുകൾ പോലും പലതും നഷ്ടപ്പെടേണ്ട സാഹചര്യം പോലും രാജ്യത്ത് ഉണ്ടായി എന്ന് എടുത്തു പറയേണ്ടി വരും. കൂടാതെ പല സംസ്ഥാനങ്ങളിലും BJPക്ക് വലിയ തരത്തിലുള്ള സ്ഥാനചലനം ഉണ്ടായി. ഒപ്പം വലിയ തരത്തിലുള്ള തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിൽ ഏറ്റവും അധികമായി എടുത്തു പറയേണ്ട സ്ഥലമാണ് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം. ഉത്തർപ്രദേശിൽ നരേന്ദ്രമോദിയുടെ, യോഗിയുടെ, അമിത്ഷായുടെ ഒക്കെ സ്വന്തം തട്ടകമായി അവർ കൈവെള്ളയിൽ വെച്ചിരിക്കുന്നു എന്ന് വീമ്പ് പറഞ്ഞിരുന്ന സ്ഥലത്ത് പോലും BJP കൂപ്പുകുത്തി വീഴുന്ന സാഹചര്യമാണ് നിലവിൽ നാം കണ്ടത്. ഇപ്പോൾ പലയിടങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഇത് തന്നെയാണ് അവസ്ഥ. തൊട്ടടുത്ത ഇപ്പോൾ ഹരിയാനയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പോലും എല്ലാ സർവേകളും എടുത്തു പറയുന്നത് ഇത്തവണ കോൺഗ്രസ് ഭരിക്കൂ എന്ന് തന്നെയാണ്. കോൺഗ്രസ് വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. മാത്രമല്ല, ഹരിയാനയിലെ കോൺഗ്രസിന് മിന്നുന്ന ജയമാണ് ഓരോ പ്രവചനങ്ങളിൽ നിന്നും ഇന്ന് പോലും പുറത്തു വന്നിരിക്കുന്ന സർവേകൾ പോലും പറയുന്നത്. വൻ ഭൂരിപക്ഷത്തിൽ സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. 50-ൽ കൂടുതൽ സീറ്റ് എല്ലാ സർവേകളും കോൺഗ്രസിന് പ്രവചിക്കുന്നുമുണ്ട്. 10 വർഷത്തിന് ശേഷം ഗംഭീര തിരിച്ചുവരവോടെയാണ് സംസ്ഥാനത്ത് കോൺഗ്രസ് നടത്താൻ പോകുന്നത് എന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം നൽകുന്ന ശക്തമായ സൂചനകൾ. ആകെയുള്ള 90 അംഗ നിയമസഭയിൽ 46 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. ഇന്ത്യ ടുഡേ അതുപോലെ തന്നെ സി വോട്ടർ സർവേ പ്രകാരം കോൺഗ്രസിന് 50 മുതൽ 58 സീറ്റുകൾ ലഭിക്കുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത്. ഒപ്പം BJP 20 മുതൽ 28 സീറ്റുകളിൽ ഒതുങ്ങിപ്പോകുമെന്നും പറയുന്നു. റിപ്പബ്ലിക് TV പറയുന്നത്, അതായത് റിപ്പബ്ലിക് TVയും PMRQ സർവേയും തമ്മിൽ ഇവർ നടത്തിയ സർവേയിൽ പറയുന്നത് കോൺഗ്രസിന് 51 മുതൽ 61 സീറ്റുകളും BJPക്ക് 27 മുതൽ 35 സീറ്റുകളുമാണ് പ്രവചിക്കുന്നത്. റിപ്പബ്ലിക് ഭാരതം മാട്രിക്സ് സർവേ ഫലം പറയുന്നതനുസരിച്ച് BJPക്ക് 18 മുതൽ 24 സീറ്റിൽ ഒതുങ്ങുമ്പോൾ കോൺഗ്രസ് അവിടെ 55 മുതൽ 62 സീറ്റുകൾ വരെയാണ് നേടുകയെന്നും വലിയ തരത്തിലുള്ള അട്ടിമറി വിജയം കോൺഗ്രസ് ഉണ്ടാകുമെന്നുമാണ് പ്രവചിക്കുന്നത്. ഡൈനിക് ഭാസ്കറിന്റെ സർവേ ഫലം അനുസരിച്ച് 44 മുതൽ 54 സീറ്റ് വരെ കോൺഗ്രസിനും 15 മുതൽ 29 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നു. കോൺഗ്രസിന് 49 മുതൽ 61 സീറ്റ് ലഭിക്കുമെന്നാണ് പീപ്പിൾസ് പൾസിന്റെ പ്രവചനവും. BJPക്ക് ആകട്ടെ 20 മുതൽ 32 സീറ്റിൽ ഒതുങ്ങിപ്പോകുമെന്ന് അവർ പറയുന്നു. അതുപോലെ തന്നെ ധ്രുവ റിസർച്ചിന്റെ സർവേ പ്രകാരം അവർ പറയുന്നത് കോൺഗ്രസിന് 50 മുതൽ 64 സീറ്റുകൾ വരെ നേടുമെന്ന് തന്നെയാണ്. കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് പ്രവചിച്ച എക്സിറ്റ് പോളും ഇത് തന്നെയാണ്. അങ്ങനെ ഒപ്പം തന്നെ BJPക്ക് 22 മുതൽ 32 സീറ്റിലെ വിജയിക്കാൻ സാധിക്കുള്ളെന്നും JustTF എന്ന റിസർച്ചിന്റെ അഭിപ്രായത്തിൽ ഓരോരുത്തരും പറഞ്ഞു. ഒപ്പം തന്നെ JustTFന്റെ റിസർച്ചിന്റെ അഭിപ്രായത്തിൽ അവർ പറയുന്നത് 45 മുതൽ 43 സീറ്റുകൾ വരെ നേടിയായിരിക്കും കോൺഗ്രസ് അധികാരം പിടിക്കുക എന്നാണ്. BJP അവിടെ 29 മുതൽ 37 സീറ്റ് വരെ ലഭിക്കുമെന്നും ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ റെഡ് മൈക്ക് ആൻഡ് മൈ ആക്സിസ് സർവേ പ്രകാരം 50 മുതൽ 55 സീറ്റ് വരെ കോൺഗ്രസിനും 20 മുതൽ 25 സീറ്റ് വരെ BJPക്ക് ലഭിക്കുമെന്ന് പറയുന്നു. എല്ലാ സർവേകളിലും കണക്കുകൾ പ്രകാരം ശരാശരി മിനിമം 49 മുതൽ 59 സീറ്റ് വരെയാണ് കോൺഗ്രസിനെ പ്രവചിക്കുന്നത്. BJPക്ക് ആകട്ടെ 21 മുതൽ 31 സീറ്റ് അല്ലെങ്കിൽ 30 സീറ്റ് വരെ മാത്രമേ ലഭിക്കുകയുള്ളെന്നും ഈ സർവേകളെല്ലാം പറയുന്നുമുണ്ട്. സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് നിലനിൽക്കുന്നത് എന്നതിന് തെളിവ് തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം പുറത്തു വരുന്നത്. ഓരോ എക്സിറ്റ് ഫലങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും അതുവരെ BJP ആധിപത്യം സ്ഥാപിച്ചിരുന്ന പല സംസ്ഥാനങ്ങളും ഇപ്പോൾ BJPയെ കൈവിടുന്നു എന്ന് മാത്രമല്ല, ചവിട്ടി പുറത്താക്കുന്നു എന്ന് കൂടി പറയേണ്ടി വരും. ഒപ്പം തന്നെ അവിടങ്ങളിലെല്ലാം വീണ്ടും കോൺഗ്രസ് തിരിച്ചു വരുന്നു. ഒപ്പം തന്നെ കോൺഗ്രസ് വലിയ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നു. കോൺഗ്രസ് വീണ്ടും വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യത്ത് ഓരോ ജനങ്ങളും കോൺഗ്രസിനൊപ്പം നിൽക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് ഇപ്പോഴിതാ പുറത്തു വരുന്ന ഓരോ സർവേ ഫലങ്ങളും. ഒപ്പം തന്നെ സംസ്ഥാനത്ത് ശക്തമായ ഭരണവികാരമാണ് നിലനിൽക്കുന്നത് എന്നതിന് തെളിയിക്കുന്നത് തന്നെയാണ് ഓരോ എക്സിറ്റ് ഫലങ്ങളും. കർഷകരും ദളിതരും ജാട്ട് സമുദായവും അതുപോലെ തന്നെ
ഒട്ടനവധി സ്ത്രീപക്ഷ അനുകൂല ജനങ്ങളുമെല്ലാം സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും കോൺഗ്രസ് ഒപ്പമായിരിക്കുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളെല്ലാം കാണിക്കുന്നത്. 2019 തന്നെ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ സൂചനകൾ കാണിച്ചിരുന്നതാണ്. എന്നാൽ BJPയുടെ രാഷ്ട്രീയ നീക്കങ്ങളിൽ പാർട്ടി ചെറിയ രീതിയിൽ അടിപതറിപ്പോയി എന്നത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും ഇപ്പോഴിതാ വലിയ തരത്തിലുള്ള തിരിച്ചുവരവാണ് കോൺഗ്രസ് രാജ്യത്തോടനീളം കാഴ്ചവെച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് കൂടി ആയതോടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റമായി കോൺഗ്രസ് തിരിച്ചെത്തിയതോടെ വലിയ തരത്തിലുള്ള ഊർജവും എനർജിയുമാണ് കോൺഗ്രസ് ലഭിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അടങ്ങുന്ന കോൺഗ്രസ് സഖ്യം വലിയ തരത്തിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കുന്നുണ്ട്. രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളിലും അവർ ശക്തമായി പണിയെടുക്കുന്നുണ്ട്, ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. ആ പ്രവർത്തനത്തിന്റെ ഫലം ഇതാ എക്സിറ്റ് ഫലങ്ങളിലൂടെ പുറത്തു വരുന്നു. ഇനി അറിയേണ്ടത് ഫലം ആർക്കൊപ്പം എന്ന് തന്നെയാണ്. ഹരിയാനയിൽ ഉറപ്പായും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരുമെന്ന് തന്നെയാണ് സർവേ ഫലങ്ങളെല്ലാം പ്രവചിക്കുമ്പോഴും കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണെങ്കിലും ഇനി അറിയേണ്ടത് റിസൾട്ട് വരുന്ന ദിവസത്തിനാണ്. ആ ദിവസത്തിനായാണ് ഓരോരുത്തരും കാത്തിരിക്കുന്നത്. അതേസമയം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയും കർഷക സമരവുമെല്ലാം ഇത്തവണ കോൺഗ്രസിന് വലിയ രീതിയിൽ അനുകൂലമായി ഫലിച്ചിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 10ൽ 5 സീറ്റ് കോൺഗ്രസ് നേടിയപ്പോൾ അപ്പോൾ തന്നെ ട്രെൻഡ് ഏറെക്കുറെ വ്യക്തമാക്കിയതായിരുന്നു. കോൺഗ്രസിന്റെ മിന്നുന്ന പ്രകടനം പ്രതിപക്ഷ നിരയ്ക്കും വലിയ തരത്തിൽ കരുത്ത് പകരുന്നതുമാണ്. എക്സിറ്റ് പോൾ ഫലത്തിന് അനുസരിച്ചാണ് ഒക്ടോബർ 8 ഫലം വരുന്നതെങ്കിൽ കോൺഗ്രസിന് രാജ്യത്ത് അധികാരം ലഭിക്കുന്ന 4ാമത്തെ സംസ്ഥാനമാകും ഹരിയാന. നിലവിൽ കർണാടക, ഹിമാചൽ പ്രദേശ്, തെലങ്കാന എന്നിവിടങ്ങളിലാണ് കോൺഗ്രസിന്റെ സർക്കാർ ഉള്ളത്. തമിഴ്നാട്ടിലെയും ജാർഖണ്ഡിലെയും സഖ്യ സർക്കാരിലും കോൺഗ്രസിന്റെ ഭാഗം തന്നെയാണ്. ഇനി അറിയേണ്ടത് ഹരിയാന ആർക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ്. ഓരോരുത്തരും പുറത്തുവിട്ട സർവേ പ്രകാരം കോൺഗ്രസ് ശക്തമായ മുൻതൂക്കം ലഭിക്കുന്നുണ്ടെങ്കിലും വലിയ തരത്തിൽ ശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തുമെങ്കിലും ഇനി അറിയേണ്ടത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്ന ദിവസത്തെ കുറിച്ചുമാണ്. ഇനി ആ വിധി വരുന്ന ദിവസത്തിനായാണ് കോൺഗ്രസിലെ ഓരോ പ്രവർത്തകരും ഓരോ അണികളും കാത്തിരിക്കുന്നത്. രാജ്യത്ത് BJP തകർന്നടിയുന്ന കാഴ്ച ഓരോ ജനങ്ങളും സന്തോഷത്തോടെ സ്വീകരിക്കുന്ന നാളുകൾ ഇനി നിമിഷങ്ങൾക്കുള്ളിൽ നമുക്കറിയാൻ സാധിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിലെ ഓരോ അണികളും പറഞ്ഞു വെക്കുന്നത്.